ഈ പാകിസ്ഥാനിൽ വീണ്ടും പട്ടാള ഭരണം വരാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ടല്ലോ. അസീം മുനീർ അവിടെ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണോ? അസീം മുനീർ ഏതാണ്ട് ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമല്ലോ കരുതാൻ. കാരണം പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിൻ്റെ പര്യടനങ്ങളും ഒക്കെ അതാണല്ലോ സൂക്ഷിക്കുന്നത്. അത് തന്നെയല്ല, പ്രധാനമന്ത്രിയെപ്പറ്റി അദ്ദേഹത്തെപ്പറ്റി യാതൊരു ഷഹബാസ് ഷെരീഫ് അല്ലേ പ്രധാനമന്ത്രി, അദ്ദേഹത്തെപ്പറ്റി വിവരമൊന്നും കാണില്ല. അദ്ദേഹം മാളത്തിലാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെപ്പറ്റി വലിയ വിവരങ്ങൾ കിട്ടുന്നില്ല എന്നതിനെ ഇത്രയേറെ വലിയ പ്രശ്നങ്ങൾക്കിടയിൽ അദ്ദേഹം അധികം സംസാരിക്കുന്നതായി കാണുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഘട്ടത്തിൽ പോലും അദ്ദേഹം മിണ്ടിയില്ല. അന്ന് ഈ വീണ്ടും അന്ന് മുനീറാണ് അമേരിക്കൻ പ്രസിഡന്റിനെ കാണാനൊക്കെ ആയിട്ടൊന്ന് പോയിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും പോകുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടാള ഭരണം എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. അവർ പിന്നെ എന്നും അവിടെ പട്ടാളമാണ് നിയന്ത്രിച്ചിരുന്നത്. ഈ ജനകീയ ഭരണം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ പോലും അങ്ങനെയായിരുന്നു. ഫീൽഡ് മാർഷൽ അയൂബ് ഖാൻ, പിന്നെ യാഹ്യ ഖാൻ, പിന്നെ ഈ മുഷറഫ്, ഇങ്ങനെ പട്ടാളത്തിൻ്റെ ഭരണമായിരുന്നു നേരിട്ടും പിന്നെ അതല്ലാതെ പുറകിൽ നിന്നും. കാരണം പട്ടാളത്തെ ഒഴിവാക്കിക്കൊണ്ട് ജനാധിപത്യ ഭരണകൂടം അവിടെ പാകിസ്ഥാൻ നടക്കത്തില്ലെന്ന് അവർ ഇത്രയും കാലത്തെ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് കൊണ്ട് തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. മുനീർ 22-ലാണ് അദ്ദേഹം ഈ ചീഫ് ഓഫ് സ്റ്റാഫായിട്ട് അദ്ദേഹത്തെ നിയമിക്കുന്നത്, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. അത് കഴിഞ്ഞ് 24-ൽ അദ്ദേഹത്തിൻ്റെ കാലാവധി 2-3 തവണയോ തൊട്ട് 5 വർഷം വരെയായിട്ട് നീട്ടിക്കൊടുത്തിരുന്നു. ഇത് മാത്രമല്ല 25-ൽ അദ്ദേഹത്തെ ഫീൽഡ് മാർഷലായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫീൽഡ് മാർഷൽ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ടാമത്തെ ആളാണ് ഈ മുനീർ എന്ന് പറയുന്നത്. ആദ്യം ഫീൽഡ് മാർഷൽ അയൂബ് ഖാനാണ് നേരത്തെ ഫീൽഡ് മാർഷലായി പ്രഖ്യാപിച്ചത്. പിന്നീട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇദ്ദേഹമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, പ്രകോപനപരമായ പ്രസ്താവന എന്ന് പറയുന്നത് സിന്ധു നദിയിൽ അണക്കെട്ട് കെട്ടുകയാണെങ്കിൽ തകർത്ത് കളയും, അണുബോംബിട്ട് തകർത്ത് കളയും എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ പകുതി ഭാഗത്തെ മുഴുവൻ അണുബോംബിട്ട് നശിപ്പിച്ച് കളയുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് അദ്ദേഹത്തിന് ഇത്ര ഹുങ്കോടുകൂടി പ്രഖ്യാപിക്കാൻ കഴിയുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് പട്ടാള ഭരണത്തിലേക്ക് തന്നെ വീണ്ടും കഴിഞ്ഞുകൂടാനാണ് അവിടുത്തെ ജനങ്ങളുടെ വിധി. അതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ആകെ ആ യുദ്ധത്തിൽ ഇന്ത്യ പ്രതിരോധിക്കുക ചെയ്തത്. അതൊരു യുദ്ധമായിട്ട് രൂപപ്പെട്ടില്ലെന്നല്ലേ ഉള്ളൂ. ഇന്ത്യ കൃത്യമായിട്ടും അവരുടെ ഈ തീവ്രവാദ സങ്കേതങ്ങൾ തകർക്കുകയാണ് ചെയ്തത്. അവിടെ നമ്മുടെ രാജ്യത്തേക്ക് നടത്തിയ ഒരു തീവ്രവാദി സങ്കേതങ്ങൾ തകർത്തുകൊണ്ട്, അല്ലാതെ പലയിടത്തും കാണുന്ന പോലെ പൊതുജനങ്ങൾക്ക് നേരെയോ അല്ലെന്നുണ്ടെങ്കിൽ പൊതുസ്ഥാപനങ്ങൾക്ക് നേരെയോ ഒന്നുമുള്ള ആക്രമണം നമ്മുടെ രാജ്യം നടത്തിയില്ല. തീവ്രവാദ സങ്കേതങ്ങൾ തകർത്തു. പ്രതിരോധ വിമാനങ്ങളാണ് വെടിവെച്ചിട്ടതെന്നാണ് നമ്മുടെ വ്യോമസേനാ മേധാവി ഏറ്റവും ഒടുവിൽ പറയുന്നത്. അത് പറഞ്ഞിട്ടുമുണ്ട്, എത്ര വിമാനം വെടിവെച്ചിട്ടു എന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിടിച്ചു നിൽക്കാൻ ഒരു യുദ്ധം അല്ലെങ്കിൽ യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കല്ലാതെ പാകിസ്ഥാനിൽ ഒരു ഭരണാധികാരിക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം ആ രാജ്യം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ കൊടിയ ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ഈ ഷിയ സുന്നി കലാപങ്ങളുണ്ട്. അതുകൂടാതെ ഈ പക്തൂൺ കലാപം നടക്കുന്നുണ്ട്. ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ആ പ്രക്ഷോഭമൊക്കെ വലിയ രൂക്ഷമായി രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് ജനങ്ങളെ ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, ഈ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണകൂടത്തിൻ്റെ. പിന്നെ അമേരിക്കയുടെയൊക്കെ ഒരു പിന്തുണയും അവർക്ക് ഇപ്പോൾ കിട്ടുന്നതായി ഒരു ഭാവമുള്ളതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരു തന്ത്രപരമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അമേരിക്ക ഈ ലോകരാജ്യങ്ങളെ ഈ വ്യാപാര യുദ്ധത്തിലൂടെ വരുതിയിൽ കൊണ്ടുവരാൻ, വികസ്വര രാജ്യങ്ങളെയൊക്കെ വരുതിയിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ അടുത്ത് നടക്കില്ല എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് അമേരിക്കയെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളതിന് ബദൽ മാർഗ്ഗങ്ങൾ തേടാൻ പോവുകയാണ്. ഈ ചുങ്കം എന്നത് പാകിസ്ഥാന് 19% ചുങ്കം നിൽക്കുന്നിടത്താണ് ഇന്ത്യയുടേത് 50 ആയിരിക്കുന്നു. ഇനിയും എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. ട്രംപ് ചെയ്യാൻ പോകുന്നു അറിയത്തില്ല. എന്ത് ചെയ്താലും അതിനെ നേരിടാൻ നമ്മൾ ഇവിടെ വളരെ കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അമേരിക്ക ഇന്ത്യയുടെ സുഹൃത്താണെന്നൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന, കഴിഞ്ഞ ഭരണകാലത്തുമൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന അമേരിക്ക, അതോടൊപ്പം വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ആദ്യത്തെ ട്രംപിൻ്റെ ഭരണകാലത്താണ് ഇറാനിൽ നിന്നും വെനിസ്വേലയിൽ നിന്നുമൊക്കെയുള്ള എണ്ണ ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് പറയുകയും ഇന്ത്യ അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റഷ്യയിൽ നിന്നുള്ള ഇതൊന്നും വളരെ കർശനമായി പറയാൻ ട്രംപ് ശ്രമിച്ചത്. പക്ഷേ നമ്മളൊരു കാരണം വെച്ചാൽ 2 ബില്യൺ ബാരൽ
എണ്ണയാണ് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ അമേരിക്ക റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന വാദഗതികൾക്കൊന്നും ഒരർത്ഥവുമില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ എന്താണ് നമ്മൾ ഈ ചുങ്കം ഇരട്ടിയാക്കുന്നതിന് വേണ്ടി അമേരിക്ക ഉന്നയിക്കുന്ന വാദഗതികൾക്ക് ഒരു കാര്യവുമില്ല എന്ന് നമുക്കറിയാം. ആകെ ഒരു കാര്യമേ നമ്മൾ നേരിട്ട് കാണാൻ കഴിയുന്നുള്ളൂ. അത് ഈ യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഈ വെടിനിർത്തൽ അവിടെ ഏതും ഒരു യുദ്ധം രൂപപ്പെട്ടു പോകാൻ എന്നുള്ള ട്രംപിൻ്റെ അഭിപ്രായത്തിന് അത് കർശനമായി ഇന്ത്യ നിഷേധിച്ചു എന്നുള്ളതാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ അത് നിഷേധിച്ചു. കാരണം 7-8 തവണ ട്രംപ് പറഞ്ഞു ഈ കാര്യം എന്താണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെട്ടെന്നും ആ ഇടപെടൽ കൊണ്ടാണ് ഈ അവിടെ യുദ്ധം അവസാനിച്ചതെന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ അല്ല എന്ന് കൃത്യമായി ആദ്യം നമ്മുടെ വിദേശകാര്യമന്ത്രിയൊക്കെ ഒരു രാജ്യത്തിൻ്റെയും ഇടപെടലില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ പാർലമെൻറ്റിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി അസന്ദിഗ്ധമായി. അപ്പോൾ 7 തവണ പറഞ്ഞ ഒരു കാര്യം നടക്കാതെ അതല്ല എന്ന് അതിനിശിതമായി കർശനമായി പറഞ്ഞതുകൊണ്ട് ഉള്ള ഒരു ജാള്യത സ്വാഭാവികമായിട്ടും ട്രംപിനുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാന് അനുകൂലമായ ഒരു നിലപാട് ട്രംപ് സ്വീകരിക്കുന്നതെന്ന് വേണം. ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നിലപാട് ഈ ചുങ്കയുദ്ധത്തിൽ എന്താ പറയുന്നത്, വ്യാപാര ചുങ്കയുദ്ധമാണല്ലോ നടക്കുന്നത്, അതിൽ വരുന്നതും എന്ന് വേണം മനസ്സിലാക്കാൻ. അസീം മുനീർ ഈ വീണ്ടും ട്രംപിനെ പോയി കാണുന്നതുകൊണ്ട് എന്തായിരിക്കും അയാൾ ലക്ഷ്യം വെക്കുന്നുണ്ട്? പുള്ളി ലക്ഷ്യം വെക്കുന്ന ഒന്നിലേറെ കാര്യങ്ങളുണ്ടല്ലോ. ഇന്ത്യയുമായ ഒരു ഏറ്റുമുട്ടൽ അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് വേണം കരുതാൻ. അസീം മുനീർ ഇന്ത്യയുമായ ഒരു ഏറ്റുമുട്ടൽ അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഇനി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകിസ്ഥാന് നിലനിൽപ്പുണ്ടാകും എന്നവർ വിശ്വസിക്കുന്നുണ്ടോ? അവർ പാകിസ്ഥാൻ നിലനിൽപ്പ് ഉണ്ട്. പാകിസ്ഥാനിന് മാത്രമല്ല അണുവായുധം തങ്ങളിലും ഉണ്ടെന്ന ഉള്ള ഒരു ഹുങ്കാണ് പാകിസ്ഥാനുള്ളത്. കാരണം അതുകൊണ്ട് തന്നെ ഈ അണുവായുധം ആദ്യം പ്രയോഗിക്കത്തില്ലെന്നാണല്ലോ ഈ അണുവായുധ നിരോധന ഉടമ്പടിയിലെ വ്യവസ്ഥ ആദ്യമായി. അപ്പം അതുകൊണ്ട് യുദ്ധത്തിൽ ജയിക്കും എന്ന് കരുതുന്നില്ല. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. യുദ്ധം നിലനിർത്തിയെങ്കിൽ അല്ലാതെ പാകിസ്ഥാനിന് രക്ഷപ്പെടാൻ കഴിയത്തില്ലല്ലോ. അല്ലെങ്കിൽ ഇന്റേണൽ പ്രോബ്ലംസ് കൊണ്ട് തന്നെ അവിടുത്തെ യുദ്ധം ആ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആ രാജ്യം തകർച്ചയിടവൊക്കെയാണ്. ബലൂചിസ്ഥാൻ പെഷാവൊക്കെ തൽക്കാലത്തേക്ക് അടങ്ങി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിരൂക്ഷമാണ് അവിടുത്തെ പ്രശ്നം. ബലൂചിസ്ഥാനിലെയൊക്കെ പ്രശ്നമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതോടൊപ്പം അതുകൊണ്ട് യുദ്ധം സമാനമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന അവിടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അമേരിക്കയുടെ സഹായം അത്തരം കാര്യങ്ങളിൽ അവർക്കുണ്ടാവണം, ആയുധ സഹായം ഉണ്ടാവണം. ഇന്ത്യയുമായി അമേരിക്ക അകലുന്നു എന്ന ഒരു തോന്നലുണ്ടാക്കിയപ്പോൾ ആ അകൽച്ച പരമാവധി മുതലെടുക്കാൻ വേണ്ടിയാണ് മുനീർ ട്രംപിനെ കണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്ന തരിപ്പണായിട്ടാണുള്ളത്. ഇനിയൊരു യുദ്ധം കൂടി വന്നു കഴിഞ്ഞാൽ അവർ കൊടും പട്ടിണിയിലേക്കല്ലേ പോവുക? അപ്പോൾ അതിനവർ തയ്യാറാവുമോ? അല്ല, അത് തയ്യാറാകുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളെ അടക്കം നിർത്താൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ ഒരു ശത്രുതാ മനോഭാവം സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുകയല്ലേ. അതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അവിടെ നടക്കത്തില്ല. എന്ന് വെച്ചാൽ അവരുടെ ഒരു ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുക, അത്തരം കാര്യങ്ങളൊന്നും ഭരണകൂടം ശ്രദ്ധിക്കുന്നില്ല. പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം പട്ടാളം ഭരണം ഏറ്റെടുക്കാൻ സജ്ജമായി നിൽക്കുക, യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കുക, അതുമൂലം അകത്തുള്ള ഇന്റേണൽ പ്രശ്നങ്ങളെ, ആഭ്യന്തര പ്രശ്നങ്ങളെ ഒരു പരിധിവരെയെങ്കിലും അടക്കി നിർത്താൻ ശ്രമിക്കുക. അതിന് ട്രംപിൻ്റെ പിന്തുണ നേടുക, ട്രംപും ഇന്ത്യയുമായുള്ള അകലം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. പാകിസ്ഥാനാണല്ലോ ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു രാജ്യം. ഇന്ത്യ അതിന് അനുകൂലമായി പ്രതികരിച്ചിട്ടുമില്ലല്ലോ. പാകിസ്ഥാനാണ് 3 രാജ്യങ്ങളുണ്ട്, ഒന്ന് പാകിസ്ഥാനാണ് ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ട്രംപുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായി ഉള്ള അവരുടെ ഒരു ചിന്താഗതി ആഴം വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഭരണം അദ്ദേഹം ഏറ്റെടുക്കുകയും പട്ടാളം പൂർണ്ണമായും ഭരണം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ, ജനാധിപത്യം എന്ന് പറയുന്നത് ഇനി അവിടെ സ്ഥാപിക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ തന്നെ നിവൃത്തിയില്ലാത്ത വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.